ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ജനം വിധിയെഴുതി. കോട്ടയം ജില്ലയിൽ 74.65% പോളിംഗ്. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. വിജയപ്രതീക്ഷയിൽ സ്ഥാനാർത്ഥികൾ. കാഞ്ഞിരപ്പള്ളിയും പാലായും നിലനിർത്തുമെന്ന് സിറ്റിംഗ് MLA മാർ. മെത്രാന്മാർക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് PC ജോർജ്. ദീപിക പത്രം വായിക്കുന്നവർക്ക് വട്ടാണെന്നും PC ജോർജ്. മണർകാട് പോലീസ് സ്റ്റേഷനിലേക്ക് BJP മാർച്ച് നടത്തി. പോലീസുമായി ഉന്തും തള്ളും. BJPക്കാരെ മർദ്ദിച്ച DYFIക്കാരെ പോലീസ് സംരക്ഷിക്കുന്നതായി ആക്ഷേപം. വാർത്തകൾ വിശദമായി. സംസ്ഥാനം കണ്ട ഏറ്റവും ശക്തമായ പോരാട്ടം നടന്ന 16ാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതിഫലനം ഉയർന്ന പോളിംഗ് ശതമാനത്തിലും ദൃശ്യമായി. സംസ്ഥാനത്താകെ 5000-ഓളം പോളിംഗ് ബൂത്തുകൾ അധികമായി ഉണ്ടായിരുന്നിട്ടും പലയിടത്തും പോളിംഗ് രാത്രി 8 മണിക്ക് ശേഷവും തുടർന്നു. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ നിർജീവ വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടതും പോളിംഗ് ശതമാനം ഉയരാൻ കാരണമായി. 3.5 പതിറ്റാണ്ടിന്റെ ഇടയിലെ ഏറ്റവും മികച്ച പോളിംഗാണ് സംസ്ഥാനത്ത് നടന്നത്. കേരളത്തിലെ 45 മണ്ഡലങ്ങളിൽ 80%-ലധികം വോട്ടുകൾ രേഖപ്പെടുത്തി. ഞങ്ങൾ തന്നെയെന്ന് 3 മുന്നണികളും അവകാശപ്പെടുന്നു. കേരളത്തിലെ മൊത്തത്തിലുള്ള വോട്ടിംഗ് ശതമാനം 78%. ഇനി കാത്തിരിപ്പിന്റെ 24 ദിനങ്ങൾ. വോട്ടെണ്ണുന്ന മെയ് 4 വരെ വോട്ടിംഗ് കേന്ദ്രങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ചുമതല കൂടെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഭരണ തുടർച്ചയ്ക്കുള്ള അംഗീകാരമാണ് പോളിംഗിലെ വർധന എന്നും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിയുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഉൾക്കൊള്ളുമെന്നും ഇടതു മുന്നണി അവകാശപ്പെടുന്നു. ഓരോ മണ്ഡലങ്ങളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ നന്നായി ശ്രദ്ധിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നവരോടൊപ്പം ഇന്ന് ജനങ്ങൾ അണിനിരക്കുന്നുമുണ്ട്. ഭരണരംഗത്തുനിന്ന് പ്രതിഫലിക്കുന്ന അത്തരം കാര്യങ്ങൾ അവരനുഭവിച്ച് ആസ്വദിച്ചറിഞ്ഞ് മുന്നോട്ട് വരുന്ന പൊതു സാഹചര്യം, ആ സ്ഥിതി എടുത്ത് പരിശോധിക്കുമ്പോൾ പൊതുവിൽ ഈ ജില്ലയിൽ ഞങ്ങൾ അഭിമാനകരമായ നേട്ടങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. മുൻ വർഷത്തേക്കാൾ അല്ലെങ്കിൽ മുൻ ടേണിനേക്കാൾ ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ടാണ് ഈ ജില്ലയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ജനാവേശം ഭരണമാറ്റത്തിന്റെ സൂചനയാണെന്നും 100-ലേറെ സീറ്റുകൾ UDFന് കിട്ടുമെന്നും നേതാക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നു. കേരളം മാറുമെന്ന പ്രചാരണം ജനം ഉൾക്കൊണ്ടുവെന്നും UDF അവകാശപ്പെടുന്നു. നല്ല വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ വോട്ടർമാരെല്ലാം വന്ന് വോട്ട് ചെയ്തു. രാവിലെ മുതൽ തന്നെ വന്ന വോട്ടർമാർ UDFന് വോട്ട് ചെയ്യുന്ന അനുഭാവികളായിട്ടുള്ള ആളുകളാണ് വന്ന് വോട്ട് ചെയ്തിട്ടുള്ളത്. വോട്ട് ചെയ്ത ആളുകളുടെ പ്രതികരണവും വളരെ ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നതാണ്. ചില ആളുകൾ എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞു, ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്, ഈ ഭരണം അവസാനിപ്പിക്കാനായിട്ടുള്ള വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ജനങ്ങളുടെ മുഴുവൻ ഒരു പ്രതികരണം കാണുമ്പോൾ അവർ വളരെ വാശിയോടുകൂടി ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അവരുടെ മുഖഭാവം വായിക്കുമ്പോഴും അവരുടെ വാക്കുകൾ കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത്. ഒരു UDF തരംഗം കേരളത്തിലെമ്പാടും എന്ന പോലെ തന്നെ കോട്ടയം ജില്ലയിലും ഉണ്ടായിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിൽ വലിയ മുന്നേറ്റം ഉണ്ടായെന്നും സംസ്ഥാനത്ത് ഭരണം നിശ്ചയിക്കുന്ന നിർണായക ശക്തിയായി NDA മാറുമെന്നും നേതാക്കൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ജനം വിധി എഴുതി കഴിഞ്ഞു. കോട്ടയം ജില്ലയിൽ 74.65% പോളിംഗ്. അന്തിമ കണക്കുകളിൽ ഇനിയും മാറ്റം വരാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 73.86% പോളിംഗ്. ജനം ശക്തമായി തന്നെ വിധി എഴുതി. കോട്ടയം ജില്ലയിൽ 74.65% പോളിംഗ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 73.86% പോളിംഗ്. ഒന്നിലധികം മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരവുമാണ് കോട്ടയം ജില്ലയിൽ നടന്നത്. പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, ഏറ്റുമാനൂർ, കോട്ടയം മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം നടന്നു. വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നതോടെ കഴിഞ്ഞ തവണത്തേക്കാൾ 5.25% വോട്ടർമാർ ജില്ലയിൽ കുറഞ്ഞു. ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ 73.16% പോളിംഗ് രേഖപ്പെടുത്തിയത്. ഏറ്റുമാനൂരിൽ 76.09%, കടുത്തുരുത്തിയിൽ 69.26% പേരും വോട്ട് ചെയ്തു. കാഞ്ഞിരപ്പള്ളിയിൽ 74.91% പേരാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. കോട്ടയം മണ്ഡലത്തിൽ 74.71%, പാലായിൽ 75.07% പേർ വോട്ട് ചെയ്തു. പൂഞ്ഞാറിൽ 76.98% പോളിംഗ്. പുതുപ്പള്ളി മണ്ഡലത്തിൽ 72.76% പേരാണ് വോട്ട് ചെയ്തത്. വൈക്കം മണ്ഡലത്തിലാണ് ഏറ്റവും അധികം പേർ വോട്ട് രേഖപ്പെടുത്തിയത്, 79.32%. വോട്ടെടുപ്പ് പൂർത്തിയാക്കി തിരികെ എത്തിച്ച വോട്ടിംഗ് യന്ത്രങ്ങൾ വരണാധികാരികളുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി വോട്ടെണ്ണൽ കേന്ദ്രങ്ങളോടനുബന്ധിച്ചുള്ള സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി. ഇനി മെയ് 4 പെട്ടി പൊട്ടിക്കാനുള്ള കാത്തിരിപ്പിലാണ്.
ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. വോട്ടെടുപ്പിന് ശേഷം വിജയപ്രതീക്ഷ പങ്കുവച്ച് സ്ഥാനാർത്ഥികളും മുന്നണികളും. വർഷങ്ങളായി കേരള കോൺഗ്രസ് എമ്മിന്റെ കുത്തകയായ കാഞ്ഞിരപ്പള്ളിയിൽ ഇക്കുറി മാറ്റമുണ്ടാകുമെന്ന് UDFും NDAയും പറയുന്നു. എന്നാൽ സിറ്റിംഗ് MLA ഡോക്ടർ N ജയരാജ് മണ്ഡലം നിലനിർത്തുമെന്ന് ഇടതുമുന്നണി അസന്നിഗ്ധമായി പറയുന്നു. കോട്ടയം ജില്ലയിൽ തന്നെ ശക്തമായ ത്രികോണ മത്സരം നടന്ന നിയമസഭാ മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളിയുടെ മനസ്സിൽ എന്തായിരുന്നുവെന്ന് ജനം വിധിയെഴുതി കഴിഞ്ഞു. പഴയ വാഴൂരും കാഞ്ഞിരപ്പള്ളിയും സമന്വയിപ്പിച്ച് ചേർത്ത മണ്ഡലമായ കാഞ്ഞിരപ്പള്ളിയുടെ 4ാമത് വോട്ടെടുപ്പായിരുന്നു ഇന്നലെ നടന്നത്. വർഷങ്ങളായി മണ്ഡലം കേരള കോൺഗ്രസ് എമ്മിന്റെ കൈവശമാണ്. വാഴൂർ മണ്ഡലമായിരുന്നപ്പോൾ UDFിലെ കേരള കോൺഗ്രസ് എം ആയിരുന്നു. പിന്നീട് കേരള കോൺഗ്രസ് LDFിൽ എത്തിയപ്പോഴും ഡോക്ടർ N ജയരാജിലൂടെ മണ്ഡലം നിലനിർത്തി. 2006-ൽ 6666 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഡോക്ടർ N ജയരാജ് വിജയിച്ചത്. 2011-ൽ 12206 വോട്ടിന്റെയും 2016-ൽ 3790 വോട്ടിന്റെയും 2021-ൽ 13701 വോട്ടുകളുടെയും ഭൂരിപക്ഷമാണ് ഡോക്ടർ N ജയരാജ് നേടിയത്. ഇക്കുറിയും ഡോക്ടർ N ജയരാജ് മണ്ഡലം നിലനിർത്തുമെന്നും 8000 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടുമെന്നും LDF മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ഗിരീഷ് എസ് നായർ പറഞ്ഞു. കേരളത്തിന്റെ ഭാവി ഗതിയെ തന്നെ മാറ്റിമറിക്കത്തക്ക രീതിയിൽ വൻപിച്ച തോതിലേക്കുള്ള പശ്ചാത്തല മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുണ്ട്. ക്രമസമാധാന പാലന രംഗത്ത് ഏറ്റവും സ്തുത്യർഹമായ നിലയാണ് കേരളത്തിനുള്ളത്. ക്ഷേമ പദ്ധതികൾ ഏറ്റവും അധികം സാധാരണക്കാരിലേക്ക് എത്തിയ 10 വർഷങ്ങളാണ് കടന്നുപോയത്. അപ്പോൾ ഇവയെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഈ മണ്ഡലത്തിലെ ചുരുങ്ങിയ ദിവസങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാഞ്ഞിരപ്പള്ളി അസംബ്ലി നിയോജകമണ്ഡലം ഏറ്റവും ചുരുങ്ങിയത് 8000 വോട്ടുകൾക്കെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ N ജയരാജ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്നാൽ ഇക്കുറി മണ്ഡലം പിടിച്ചെടുക്കുമെന്ന ഉറപ്പാണ് UDFിനുള്ളത്. കാഞ്ഞിരപ്പള്ളിയുടെ വികസന മുരടിപ്പ് വോട്ടർമാർക്കിടയിൽ തുറന്നു കാണിക്കാൻ കഴിഞ്ഞതായും കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ പിന്തുണയുമായി കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും UDFിന് ഒരു സീറ്റ് ലഭിക്കുമെന്നും 100% വിജയപ്രതീക്ഷയാണുള്ളതെന്നും UDF സ്ഥാനാർത്ഥി പ്രൊഫസർ റോണി കെ ബേബി പറയുന്നു. വളരെ ആകാംക്ഷയോടെ നമ്മളെല്ലാവരും കാത്തിരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്നലെ സമാപിച്ചു. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ലഭിച്ചത്. 2 ആഴ്ചയോളം മാത്രം. എങ്കിലും ആ 2 ആഴ്ച സമയം കൊണ്ട് കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മിക്കവാറും സ്ഥലങ്ങളിൽ എല്ലായിടത്തും തന്നെ ഓടിയെത്തുവാനായിട്ട് കഴിഞ്ഞു. പരമാവധി സമ്മതിദായകരെ നേരിട്ട് കാണാനായിട്ട് സാധിച്ചു. അവരുടെ സ്നേഹവും പിന്തുണയും അനുഗ്രഹവും ഒക്കെ ഏറ്റുവാങ്ങാനായിട്ട് സാധിച്ചു. അത് എനിക്ക് നൽകുന്ന വലിയൊരു ആത്മവിശ്വാസമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലൊരു UDF സർക്കാർ അധികാരത്തിൽ വരും. ആ സർക്കാരിനെ പിന്തുണയ്ക്കുവാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും UDFിൻ്റെ ഒരു ജനപ്രതിനിധി ഉണ്ടാകും എന്ന പൂർണ്ണ ഉറപ്പ് ഞങ്ങൾക്കുണ്ട്, പൂർണ്ണ ആത്മവിശ്വാസം എനിക്കുണ്ട്. BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. അതിനാൽ തന്നെ താരപരിവേഷവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് ജനവിധി തേടിയത്. കാഞ്ഞിരപ്പള്ളിയിൽ മാറ്റം അനിവാര്യമാണെന്നും കപട രാഷ്ട്രീയക്കാരനല്ലാത്ത ജോർജ് കുര്യൻ താമര വിരിയിക്കുമെന്നും ചീഫ് കോർഡിനേറ്റർ PD രവീന്ദ്രൻ പറഞ്ഞു. ജോർജ് കുര്യൻ്റെ സാറിൻ്റെ സാധ്യതയെപ്പറ്റി പറഞ്ഞാൽ BJP എന്ന് പറയുന്ന ഒരു കേഡർ സംവിധാനത്തിനപ്പുറം ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലും അതേപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയുടെ മനസ്സറിയുന്ന ഒരാൾ എന്നുള്ള നിലയിലും അദ്ദേഹത്തെ കാഞ്ഞിരപ്പള്ളിക്കാർ തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കൂട്ടലും കിഴിക്കലും പ്രതീക്ഷകളുമായി 3 മുന്നണികളും ദിവസങ്ങൾ തള്ളി നീക്കുമ്പോൾ ജനമെഴുതിയ വിധി എന്താണെന്ന് മെയ് 4-ന് അറിയാം. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ പാലായിലെ മുന്നണി സ്ഥാനാർത്ഥികൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. 6000 മുതൽ 25,000 വരെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് സിറ്റിംഗ് MLA മാണി C കാപ്പനും പാലായിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ജോസ് കെ മാണിയും അവകാശപ്പെടുന്നു. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മുന്നണി സ്ഥാനാർത്ഥികൾ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം ഉണ്ടാകുമെന്നാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത്. 6000 മുതൽ 25,000 വരെ ഭൂരിപക്ഷത്തിൽ താൻ പാലായിൽ ജയിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി മാണി C കാപ്പൻ പറയുന്നു. ഗ്രാമ കേന്ദ്രീകൃതമായിരുന്നു വികസന പ്രവർത്തനങ്ങൾ. നിരവധി വ്യാജ പ്രചരണങ്ങൾ തനിക്കെതിരെ നടത്തിയിരുന്നുവെങ്കിലും അതൊന്നും വിലപോയില്ല. കൂടുതൽ സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്നും മാണി C കാപ്പൻ പറഞ്ഞു. 25,000 വരെയുള്ള അതിന് കാരണം ഇവിടെ 1,33,000 വോട്ട് കൂടി കിട്ടും. ആ 33,000-ൽ 3,000 വോട്ടിന് ഒപ്പം മറ്റ് സ്ഥാനാർത്ഥികളുമായി പിടിക്കും. ബാക്കി 1,30,000-ൽ 65,000 വോട്ട് എനിക്ക് കിട്ടും. പിന്നെ ഷോണും ജോസ് കെ മാണിയും പിടിക്കുന്ന വോട്ടിനനുസരിച്ചിരിക്കും എൻ്റെ ഭൂരിപക്ഷം. ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ഉണ്ടാകുമെന്ന് LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണി പറയുന്നു. പാലായിൽ അഭിമാനകരമായ ഭൂരിപക്ഷം ഉണ്ടാകും. പോളിംഗ് ശതമാനം ഉയർന്നത് പ്രതീക്ഷകളവാക്കുന്നു. ജനങ്ങളെയും യുവാക്കളെയും പാവപ്പെട്ടവരെയും ചേർത്ത് പിടിച്ച സർക്കാരായിരുന്നു ഇടതുപക്ഷമെന്നും ജോസ് കെ മാണി പറഞ്ഞു. അതൊക്കെയാലും ഇലക്ഷനിൽ നിന്ന് നമ്മുടെ പ്രവർത്തകരിൽ നിന്ന് കിട്ടുന്ന ഒരു സന്ദേശം
ഇടതുപക്ഷത്തിന് നല്ലൊരു മുൻതൂക്കം പാലാ നിയമസഭാ മണ്ഡലത്തിലുണ്ടാകും. അഭിമാനകരമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. എഫക്റ്റീവ് വോട്ടിൽ നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത് സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള ആളുകളെ ആണ് സർക്കാർ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്ഷേമ പെൻഷനായിട്ടും അതോടൊപ്പം തന്നെ ലൈഫ് മിഷൻ പദ്ധതിയായിട്ടും സ്ത്രീ സുരക്ഷാ പദ്ധതിയായിട്ടും കണക്ട് വർക്ക് പദ്ധതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട യുവാക്കളെയും സ്ത്രീകളെയും പ്രായം ചെന്നവരെയും പാവപ്പെട്ടവരെയാണ് ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അവരുടെയാണ് കൂടുതൽ വോട്ടുകൾ ശതമാനം എടുത്ത് നോക്കുമ്പോഴും വന്നിരിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ അത് പാലായിൽ മാത്രമല്ല നമ്മുടെ കേരള സംസ്ഥാനത്ത് തന്നെ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാകും, ഒരു തുടർഭരണത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. ബിഷപ്പുമാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി പി.സി. ജോർജ്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മര്യാദക്കാരനല്ലെന്ന് വിമർശിച്ച പി.സി. ജോർജ് ദീപിക പത്രം വായിക്കുന്നവർക്ക് വട്ടാണെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു. ബിഷപ്പുമാർക്കെതിരെയും ദീപിക പത്രത്തിനെതിരെയും ആഞ്ഞടിച്ച് പൂഞ്ഞാറിലെ NDA സ്ഥാനാർത്ഥി പി.സി. ജോർജ്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് കന്യാസ്ത്രീ മഠങ്ങളിൽ വിളിച്ച് UDFന് വോട്ട് ചെയ്യാൻ പറഞ്ഞതായി പി.സി. ജോർജ് ആരോപിച്ചു. നമ്മുടെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഒരു മര്യാദക്കാരനാണെന്ന് ജനം വിചാരിക്കുന്നു. പക്ഷേ അയാളെന്താ ഇത് മഠങ്ങളിലെല്ലാം വിളിച്ച് UDFന് വോട്ട് ചെയ്യാൻ പറഞ്ഞു. മര്യാദയാണോ കാണിച്ചത്? മര്യാദയാണോ? അതുപോലെ അയക്കെന്താ അവകാശം? ഈ സഭ എന്ന് പറഞ്ഞാൽ UDF ആണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പൂഞ്ഞാറിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ 3 പേരാണ്. ഞാനും UDFും LDFും. ഈ സഭയ്ക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ടാണ്. മറ്റ് രണ്ടവന്മാർക്ക് എന്ത് കിട്ടി? അവന്മാർക്കൂടെ എന്ത് കിട്ടിയിട്ടാണ് ഈ സഭ ഇങ്ങനെ വൃത്തികെട്ട പണി ചെയ്യുന്നത്? നാണം കെട്ടവന്മാർ. ഈ സഭയെ തള്ളിപ്പറയേണ്ടി വരും. സഭയല്ല തള്ളിപ്പറയുന്നത്, ഈയനെ മെത്രാന്മാരെ തള്ളിപ്പറയും. FCRA നിയമ ഭേദഗതി ബില്ലിൽ ആശങ്കകൾ പരിഹരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയിട്ടും മെത്രാന്മാർ പ്രതിഷേധിക്കുന്നതിനെയും പി.സി. ജോർജ് വിമർശിച്ചു. അതായത് നിയമം കൊണ്ടുവരുന്നു. ആ നിയമം കൊണ്ടുവരുന്ന നിയമക്കാർക്ക് ഇത്ര വിഷമം. വിദേശത്ത് പണം മേടിക്കുന്നു. ആ പണം മേടിക്കുന്ന കണക്ക് കൊടുത്താലല്ല കുഴപ്പം. ഇതൊക്കെ രസമല്ല. എന്നിട്ടും കത്തോലിക്ക സഭയാണ് ക്രിസ്ത്യാനിയാണോ എന്ന് വെച്ച് അമിത്ഷാ തന്നെ നേരിട്ടിടപെട്ട് കത്തോലിക്ക സഭയുടെ ഇതിനോട് പറഞ്ഞു, ഒരു പ്രശ്നമില്ല, നിങ്ങൾ വഴക്കുണ്ടാക്കേണ്ട, നിങ്ങളെ ഒരു ഉദ്രവം ഉണ്ടാകില്ല, കണക്ക് തന്നാൽ മതി. ഏത് കണക്ക് തന്നാലും അപ്രൂവ് ചെയ്തേക്കാം. അതുപോലെ തന്നെ റിജു മന്ത്രി ഇതുകൊണ്ട് ക്രൈസ്തവ യോഗത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ അനുവദിക്കുന്ന പ്രശ്നമില്ലെന്ന്. എന്നിട്ട് ഇവന്മാർ പിന്നെ എന്തിനാണ് കിടന്ന് കുരയ്ക്കുന്നത്? ആ കൊര UDFന് വേണ്ട. ദീപിക പത്രത്തിനെതിരെയും കടുത്ത ഭാഷയിലാണ് പി.സി. ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ദീപി ഒരു പത്രമാണ്. ആ പത്രം വായിക്കുന്നു വട്ട്. അതിപ്പോൾ ഞാനും എന്നും വായിക്കുന്നുണ്ട്. ചർമ്മം അറിയാൻ വേണ്ടി അത് പറ്റുള്ളൂ. ചർമ്മ വാർത്ത. ഇത്ര നാണം കെട്ടിയൊരു പത്രമുണ്ടോ? ന്യൂസ് ബ്യൂറോ, പാലാ. മണർകാട് പോലീസ് സ്റ്റേഷനിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. ഇന്നലെ BJP പ്രവർത്തകരെ ആക്രമിച്ച DYFIക്കാരെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. പോലീസ് സ്റ്റേഷന് മുന്നിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടഞ്ഞത് ഉന്തിനും തള്ളിനും ഇടയാക്കി. മണർകാട് ഇന്നലെ വൈകിട്ട് BJP പ്രവർത്തകരെ DYFIക്കാർ ആക്രമിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് BJP പ്രവർത്തകർ മണർകാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പെരുമാനൂർ കുളത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ു. പോലീസ് സ്റ്റേഷന് മുമ്പിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് പോലീസ് തടഞ്ഞതിനാൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് നടന്ന ധർണ പുതുപ്പള്ളിയിലെ NDA സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ് വാകത്താനം ഉദ്ഘാടനം ചെയ്തു. ആക്രമണത്തിനിരയായവരെ പിന്തുണയ്ക്കാതെ DYFI ഗുണ്ടകളെ പോലീസ് ചേർത്ത് പിടിക്കുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം ആരോപിച്ചു. CPMന്റെ ആൾക്കാർ നമ്മളെ ക്രൂരമായിട്ട് മർദ്ദിച്ചതിന് ശേഷം കല്ല്, മരങ്ങൾ, അതേപോലുള്ള ആയുധങ്ങളുമൊക്കെ ആയിട്ട് അവരോട് വെല്ലുവിളിക്കുന്ന സമയത്ത് പോലീസുകാർ നട്ടലില്ലാതെ 2 പോലീസുകാർ, അവർ പോലീസുകാരാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അവരെനിക്ക് തോന്നുന്നത് CPMന്റെ ഒക്കെ ഇച്ചടകളായിട്ടുള്ള ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നട്ടലില്ലാത്തവരാ. ആ 2 പോലീസുകാർ സമീപത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾ കാണുന്നത്. അതിനാണ് നമ്മുടെ പ്രവർത്തകർ ഇന്ന് അതിനകത്ത് ഇടപെട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പിടിച്ചു മാറുന്നൊരു സമയം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേന് ഈ CPMന്റെ DYFIയുടെ ഗുണ്ടകൾ പിരിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ അവർ പോയി എന്ന് ഉറപ്പായപ്പോൾ പാമ്പാടി CI പെട്ടെന്ന് ഇവിടെ വരികയും അദ്ദേഹം ഉടനെ നമ്മുടെ ആൾക്കാരൊക്കെ പോയോ എന്ന് ചോദിച്ച് അയാൾ ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നത്. നമ്മുടെ ആളുകളൊക്കെ പോയോ എന്ന് ചോദിച്ച് ആ പോലീസ് ഓഫീസർ പാമ്പാടി CI അവിടെ ഇറങ്ങുകയും അദ്ദേഹം ഓടി വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് നമ്മളോട് ചൂടാൻ, അതായത് നമ്മുടെ 3 പ്രവർത്തകർ ക്രൂരമായി മർദ്ദനത്തിന് വിധേയമായി
അവിടെ വായിൽ കൂടി ചോര ഒലിക്കുന്ന ആളുകളായിട്ട് അവിടെ നിൽക്കുമ്പം നമ്മളൊരു ചൂടാകും. ഇപ്പോൾ പാമ്പാട് സി ഐ അതേപോലെ ഒരു 10-40 പോലീസ് വന്നു, അന്നേരം 2 ബസ് വന്നു, ആ ബസ് നിറഞ്ഞ് പോലീസ് വന്നു. ഈ മുഴുവൻ ആളുകളും വന്നിട്ട് CPMന്റെ ഒരാളോട് സംസാരിക്കാൻ. കാരണം എനിക്ക് തോന്നുന്നത് ഈ നാട്ടിൽ ഈ മണർകാട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് ശമ്പളം കൊടുക്കുന്നത് രഘുനാഥിന്റെയോ വാസവന്റെയോ വീട്ടിലാണ് എന്ന് തോന്നുന്നു. BJP സംസ്ഥാന കൗൺസിൽ അംഗം P. സുനിൽകുമാർ, മണ്ഡലം പ്രസിഡന്റ് CG ഗോപകുമാർ, മഞ്ജു പ്രദീപ്, ടിൻഡു മനോജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മണർകാട് പെരുമാനൂർ കുളത്ത് ഓട്ടോറിക്ഷ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരനും ഓട്ടോ യാത്രക്കാർക്കും പരിക്കേറ്റു. ഓട്ടോ യാത്രക്കാരനായ സണ്ണിയെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മണർകാട് പെരുമാനൂർ കുളത്ത് ഓട്ടോറിക്ഷ ബൈക്കിലിടിച്ച് അപകടമുണ്ടായി. ഓട്ടോ യാത്രക്കാർക്കും ബൈക്ക് യാത്രികനും പരിക്കേറ്റു. ഓട്ടോയിൽ സഞ്ചരിച്ച മണർകാട് പറമ്പുകര സ്വദേശി സണ്ണിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സണ്ണിയുടെ 10 വയസ്സ് പ്രായമുള്ള മകനെ പരിക്കുകളോടെ മണർകാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോറിക്ഷയിൽ ഇടിച്ച ബൈക്കിലെ യാത്രക്കാരൻ സച്ചുവിനും പരിക്കേറ്റിട്ടുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ ഇയാൾ ഉയർന്നു പൊങ്ങി ദൂരെ തെറിച്ചു വീണു. മുൻപിൽ പോയ സ്കൂട്ടറിൽ ഇടിക്കാതിരിക്കാനായി ഓട്ടോറിക്ഷ വെട്ടിച്ചപ്പോൾ എതിരെയെത്തിയ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. അമിത വേഗതയിലായിരുന്നു ഓട്ടോറിക്ഷയെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, മണർകാട്. മുൻ മന്ത്രി KM മാണിയുടെ 7ാം ചരമവാർഷികത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികൾ ചെയർമാൻ ജോസ് കെ മാണിക്കൊപ്പം കല്ലറയിൽ എത്തി പ്രാർത്ഥന നടത്തി. ഇന്നലെയായിരുന്നു 7ാം ചരമവാർഷികം. എന്നാൽ തെരഞ്ഞെടുപ്പായതിനാൽ എത്താൻ കഴിഞ്ഞില്ല. മന്ത്രി റോഷി അഗസ്റ്റിൻ, MLA-മാരായ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ഡോക്ടർ N. ജയരാജ് തുടങ്ങി നിരവധി നേതാക്കൾ പാലായിൽ KM മാണിയുടെ കല്ലറയിലെത്തി. ഇപ്പോൾ ഞങ്ങളുടെ 12 സ്ഥലത്ത് മത്സരിക്കുന്ന 12 സ്ഥാനാർത്ഥികളും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇന്ന് ഈ കല്ലറയിൽ വന്ന് ഇന്ന് ഒപ്പീസ് ചൊല്ലി ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനം വിധിയെഴുതി. കോട്ടയം ജില്ലയിൽ 74.65% പോളിംഗ്. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. വിജയപ്രതീക്ഷയിൽ സ്ഥാനാർത്ഥികൾ. കാഞ്ഞിരപ്പള്ളിയും പാലായും നിലനിർത്തുമെന്ന് സിറ്റിംഗ് MLA-മാർ. മെത്രാന്മാർക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് PC ജോർജ്. ദീപിക പത്രം വായിക്കുന്നവർക്ക് വട്ടാണെന്നും PC ജോർജ്. മണർകാട് പോലീസ് സ്റ്റേഷനിലേക്ക് BJP മാർച്ച് നടത്തി. പോലീസുമായി ഉന്തും തള്ളും. BJP-കാരെ മർദ്ദിച്ച DYFI-കാരെ പോലീസ് സംരക്ഷിക്കുന്നതായി ആക്ഷേപം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.